അധ്യായം 2 ചലനാത്മക വിശ്വാസം. നിഷ്ക്രിയമായ വിശ്വാസവും ചലനാത്മക വിശ്വാസവും തമ്മിലുള്ള വലിയ വ്യത്യാസമുണ്ട്. നിഷ്ക്രിയമായ വിശ്വാസം, ചലനാത്മക വിശ്വാസം, ഡൈനാമിക് ഫെയ്ത്ത്. നിഷ്ക്രിയമായ വിശ്വാസം എന്നത് ഒരു വ്യക്തി വിധിക്കായി കാത്തിരിക്കുക എന്നതാണ്. ഒരു ദിവസം സ്വർഗം മനസ്സലിഞ്ഞ് ഒരൽപ്പം കൃപ നൽകിയേക്കാം എന്ന് പ്രതീക്ഷിക്കുക എന്നതാണ്. പുറത്തേക്ക് കണ്ണും നട്ട് ഉത്കണ്ഠയിൽ മുങ്ങി കാത്തിരിക്കുന്ന വിശ്വാസമാണത്. ചലനാത്മക വിശ്വാസം തികച്ചും വ്യത്യസ്തമാണ്. അത് സൃഷ്ടിപരമായ ശക്തിയാണ്. ജീവനുള്ളതും ചലിക്കുന്നതുമായ ഒരു പ്രവാഹമാണ്. അദൃശ്യമായതിനെ ദൃശ്യമായതിലേക്ക് മാറ്റുന്ന ശക്തി. ചലനാത്മക വിശ്വാസം ക്ഷമയോടെ കീഴടങ്ങലല്ല, ദിവ്യ നിയമം ഇതിനകം തന്നെയും എപ്പോഴും പ്രവർത്തിക്കുന്നു എന്ന ഉറപ്പിൽ നിന്ന് ജനിക്കുന്ന അചഞ്ചലമായ പ്രവർത്തനമാണ്. തിരുവെഴുത്ത് പ്രഖ്യാപിക്കുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ ഓർക്കുക, കാരണം ധനം നേടാനുള്ള ശക്തി നിനക്ക് നൽകുന്നത് അവിടുന്നാണ്. ഈ വാക്ക് നിർണായകമാണ്, കാരണം അത് വിശ്വാസത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തുന്നു. ദൈവം നിങ്ങളുടെ കയ്യിൽ നാണയങ്ങൾ വയ്ക്കുന്നില്ല, അവിടുന്ന് സമ്പത്തൊരു നിലവറയിൽ സൂക്ഷിക്കുന്നില്ല. നിങ്ങൾ യാചിക്കുമ്പോൾ അത് നൽകാൻ വേണ്ടി അവിടുന്ന് നിങ്ങൾക്ക് സൃഷ്ടിപരമായ ശക്തി, ആശയങ്ങൾ, സാധ്യതകളെ യാഥാർത്ഥ്യമാക്കി മാറ്റാനുള്ള കഴിവ് എന്നിവ നൽകുന്നു. സമ്പത്ത് വസ്തുക്കളായി നേരിട്ട് വരുന്നില്ല, അത് ഊർജമായി, ജ്ഞാനമായി, ആത്മീയ പ്രേരണയായി വരുന്നു. ഈ അദൃശ്യമായ ഊർജങ്ങൾ ദൃശ്യമായ ഫലങ്ങളായി രൂപം കൊള്ളുന്ന ഒരു ചാനൽ നിങ്ങളാണ്. എമ്മറ്റ് ഫോക്സ് ശാസ്ത്രീയ പ്രാർത്ഥന എന്ന് വിളിച്ച ഒരു പ്രത്യേകതരം പ്രാർത്ഥനയിലൂടെയാണ് ചലനാത്മക വിശ്വാസം പ്രവർത്തിക്കുന്നത്. അത് വിറയലോടെയുള്ള അപേക്ഷയല്ല, ജീവനില്ലാത്ത ആവർത്തനവുമല്ല. അത് തിരിച്ചറിവ്, ഐക്യം, യൂണിയൻ, സ്ഥിരീകരണം, അഫർമേഷൻ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു സൃഷ്ടിപരമായ പ്രക്രിയയാണ്. ഒന്നാമതായി, നിങ്ങൾ ഒരൊറ്റ ഉറവിടം മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിയുകയും ആ ഉറവിടം ജീവൻ, ബുദ്ധി, ശക്തി, ക്രമം എന്നിവയൊക്കെയാണെന്ന് തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവിൽ ഭയം അപ്രത്യക്ഷമാവുകയും മനസ്സ് കേവലമായ ഉറപ്പിൽ വിശ്രമിക്കുകയും ചെയ്യുന്നു. അടുത്തതായി, നിങ്ങൾ ഉറവിടവുമായി ഒന്നിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ സ്പന്ദിക്കുന്ന അതേ ജീവൻ തന്നെയാണ് നക്ഷത്രങ്ങളെ കറക്കാൻ ഇടയാക്കിയതെന്ന് നിങ്ങൾ അനുഭവപ്പെടുന്നു. നിങ്ങൾ ഇനി ഔദാര്യത്തിനായി യാചിക്കുന്ന ഒരു പുറമാളല്ല, നിങ്ങൾ പ്രവാഹത്തിൻ്റെ ചാനലാണ്. അവസാനമായി, നിങ്ങൾ സ്ഥിരീകരിക്കുന്നു. നിങ്ങൾ വാക്കിലൂടെയും ബോധമനസ്സിലൂടെയും പ്രഖ്യാപിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആത്മീയ മണ്ഡലത്തിൽ ഇതിനകം യാഥാർത്ഥ്യമാണ്. ആ സ്ഥിരീകരണം അദൃശ്യമായ വയലിൽ വിതയ്ക്കുന്ന വിത്താണ്. നിയമപ്രകാരം അത് മുളയ്ക്കുകയും ദൃശ്യമായതിൽ ഫലം കായ്ക്കുകയും ചെയ്യണം. വലിയ വ്യത്യാസം എവിടെയാണ്? വിശ്വസിക്കുന്നതിന് മുൻപ് സാഹചര്യങ്ങൾ മാറാൻ ചലനാത്മക വിശ്വാസം കാത്തിരിക്കുന്നില്ല. അതാദ്യം വിശ്വസിക്കുന്നു, എന്നിട്ട് സാഹചര്യങ്ങൾ മാറുന്നു. നിഷ്ക്രിയനായ മനുഷ്യൻ തൻ്റെ പേഴ്സിൻ്റെ ശൂന്യതയിലേക്ക് നോക്കി പറയുന്നു, എനിക്ക് സമൃദ്ധിയിൽ വിശ്വസിക്കാൻ കഴിയില്ല. ചലനാത്മക വിശ്വാസമുള്ള, ഡൈനാമിക് ഫെയ്ത്തുള്ള ആൾ അതേ ശൂന്യതയിലേക്ക് നോക്കി പറയുന്നു, ഉറവിടം അക്ഷയമായതുകൊണ്ട് സമൃദ്ധി ഇതിനകം എൻ്റേതാണ്. അചഞ്ചലമായ വിശ്വാസത്തോടെ പിടിച്ചു നിൽക്കുന്ന ആ സ്ഥിരീകരണം അവസരങ്ങൾക്കും ആശയങ്ങൾക്കും അപ്രതീക്ഷിത വിതരണ ചാനലുകൾക്കും പ്രത്യക്ഷപ്പെടാൻ വഴി തുറക്കുന്നു. തൻ്റെ വർഷങ്ങളായുള്ള പഠിപ്പിക്കലുകളിലൂടെ ചലനാത്മക വിശ്വാസത്താൽ രൂപാന്തരപ്പെട്ട ജീവിതങ്ങളുടെ എണ്ണമറ്റ കഥകൾ എമ്മറ്റ് ഫോക്സ് പറഞ്ഞു. ജോലി കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് നിരാശനായ ഒരു യുവ സംഗീതജ്ഞൻ ഒരിക്കൽ പള്ളിയിൽ വന്നു. അവൻ പ്രാർത്ഥിച്ചു, പക്ഷേ ബാഹ്യ അത്ഭുതത്തിനായി കാത്തിരിക്കുന്ന നിലയിൽ മാത്രം. നിഷ്ക്രിയമായ വിശ്വാസവും ചലനാത്മക വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം അവൻ മനസ്സിലാക്കിയപ്പോൾ അവൻ എല്ലാ പ്രഭാതത്തിലും ശാസ്ത്രീയ പ്രാർത്ഥന പരിശീലിക്കാൻ തുടങ്ങി. ദൈവം മാത്രമാണ് ഒരേ ഒരു ഉറവിടം എന്നവൻ തിരിച്ചറിഞ്ഞു. അവിടുത്തോടൊന്നിക്കുകയും ജോലി ഇതിനകം ലഭിച്ചു എന്നും തൻ്റെ കഴിവ് സേവനത്തിനായി ഉപയോഗിക്കുന്നു എന്നും സ്ഥിരീകരിച്ചു. ആഴ്ചകൾക്കുള്ളിൽ വാതിലുകൾ തുറന്നു. ഒന്നല്ല, പലത്. അവൻ്റെ ജീവിതം പുതുക്കി. ഇത് യാദൃശ്ചികമായിരുന്നില്ല, മറിച്ച് പ്രവർത്തനത്തിലുള്ള ആത്മീയ നിയമത്തിൻ്റെ അനിവാര്യമായ ഫലമായിരുന്നു. ആശയവും ഫലവും തമ്മിലുള്ള പാലം കൂടിയാണിത്. ചലനാത്മക വിശ്വാസം. ആശയങ്ങൾ ഉറവിടത്തിൽ നിന്നൊഴുകുന്നു, പക്ഷേ അവയെ പ്രവർത്തനത്തിലേക്ക് മാറ്റാൻ മാത്രം ശക്തമായ വിശ്വാസമില്ലെങ്കിൽ അവ മഞ്ഞ് പോലെ അപ്രത്യക്ഷമാവും. ചലനാത്മക വിശ്വാസമുള്ള ഒരാൾ ആശയം പിടിച്ചെടുക്കുന്നു, സ്ഥിരീകരണം കൊണ്ട് അതിനെ പോഷിപ്പിക്കുന്നു. മുഴുവൻ പാതയും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും മുന്നോട്ട് പോകുന്നു, കാരണം ഒന്നാമത്തെ ചുവട് രണ്ടാമത്തതിനെ വിളിക്കുന്നു. അതേപോലെ മുഴുവൻ വഴിയും വ്യക്തമാകുന്നവരെ എന്നെനിക്കറിയാം. ചലനാത്മക വിശ്വാസം പ്രാർത്ഥനയുടെ സമയത്ത് മാത്രം ഒതുങ്ങുന്നില്ല എന്നത് വളരെയധികം ഓർക്കേണ്ടത് ആവശ്യമാണ്.
അതൊരു ജീവിത രീതിയാണ്. നിങ്ങൾ എടുക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും വെല്ലുവിളികളിലും നിങ്ങൾ നേരിടുന്ന രീതിയിലും പുറം ലോകം അത് പ്രതിഫലിക്കുന്നതിന് മുൻപ് പോലും നിങ്ങൾ ഉറച്ചു നിൽക്കുന്ന രീതിയിലും അത് സന്നിഹിതമാണ്. വിളവെടുപ്പിന് മുൻപ് തന്നെ ചലനാത്മക വിശ്വാസമുള്ള മനുഷ്യൻ സന്തോഷത്തിൽ വിതയ്ക്കുന്നു. ആത്മീയ നിയമം പരാജയപ്പെടില്ലെന്ന് അറിഞ്ഞുകൊണ്ട് അവൻ തൻ്റെ ഹൃദയത്തിൽ സമാധാനത്തോടെ നടക്കാൻ ധൈര്യപ്പെടുന്നു. അതിൻ്റെ കാതലിൽ ചലനാത്മക വിശ്വാസം ദൈവവുമായുള്ള കൂട്ടായ്മയാണ്. ദൈവം പ്രവർത്തിക്കാൻ വേണ്ടി വെറുതെ ഇരിക്കുന്നില്ല. അതിനു പകരം അവിടുത്തെ നിന്ന് അകന്ന് പോരാടുന്നുമില്ല. അവിടുത്തെ ജ്ഞാനവും ശക്തിയും സ്നേഹവും നമ്മളിലൂടെ പ്രവർത്തിക്കുന്നു എന്ന അവബോധത്തിൽ അത് നടക്കുന്നു. അങ്ങനെ ഏറ്റവും ചെറിയ പ്രവർത്തനം പോലും ഉറവിടത്തിൻ്റെ പ്രവാഹത്തിൽ ഒരു ചുവടായി മാറുന്നു. അതിനാൽ ഫലങ്ങൾ വരാതിരിക്കാൻ കഴിയില്ല. ചലനാത്മക വിശ്വാസം സൃഷ്ടിപരമായ വിശ്വാസമാണ്. അത് അദൃശ്യമായതിനും ദൃശ്യമായതിനുമിടയിൽ, ആശയത്തിനും പൂർത്തീകരണത്തിനുമിടയിൽ നീങ്ങുന്ന ഊർജമാണ്. ഈ വിശ്വാസത്തിൽ ജീവിക്കുന്നവർക്ക് ഇനി വിധിക്കായി കാത്തിരിക്കേണ്ടതില്ല. കാരണം ദൈവവുമായുള്ള ഐക്യത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന അവരുടെ സ്ഥിരീകരണങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും വിധി ദിവസേന എഴുതപ്പെടുന്നു എന്ന് അവർക്കറിയാം. അത്ഭുതം എപ്പോൾ വരുമെന്ന് അവർ ചോദിക്കുന്നില്ല. കാരണം മനസ്സ് ദിവ്യനിയമവുമായി യോജിക്കുന്ന നിമിഷം അത്ഭുതം ആരംഭിക്കുന്നു എന്ന് അവർക്കറിയാം. തുടർന്ന് പ്രഭാതവും ഭൂമിയുമായുള്ള അതിൻ്റെ കൂടിക്കാഴ്ച നിലനിർത്തുന്ന പോലെ പൂർണ്ണവുമായി നിലനിൽക്കുന്നതുമായ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുന്നു.